മുന്നേറുവാൻ വനിതകളെ പ്രാപ്തരാക്കുന്ന പ്രൊഫഷണൽ ഫിനിഷിംഗ് സ്കൂൾ, an initiative of Kerala State Women's Development Corporation. റീച്ച് എത്തു സ്വപ്നങ്ങൾക്കും അപ്പുറം. നമസ്കാരം. കേരളം ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒക്കെ ഒരുപാടുള്ള സ്ഥലം. പക്ഷേ ഒരു ജോലിയുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഈ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും ഒന്നും ജോലി കിട്ടാതെ അങ്ങനെ വലയുന്നു. എന്താ നമുക്ക് പറ്റുന്ന പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 100 മാർക്ക് ഉണ്ട്, രാവും പകലും കഷ്ടപ്പെട്ടിരുന്ന് നമ്മൾ പഠിച്ചതാണ്, സംഭവമൊക്കെ വാസ്തവമാണ്. പക്ഷെ ജോലിയുടെ കാര്യത്തിൽ എന്താ പ്രശ്നം? അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലല്ലേ ആണ്. പലപ്പോഴും നമുക്ക് കാര്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഒരുപക്ഷെ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ സ്വയം പരിചയപ്പെടുത്താൻ പാനലിലിരിക്കുന്നവർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ നമ്മളെ നന്നായി പരിചയപ്പെടുത്തി, നമ്മളെ നന്നായി പ്രസന്റ് ചെയ്ത് ആ ജോലിക്ക് ഏറ്റവും പറ്റിയ വ്യക്തി ഞാനാണ് എന്ന് ആ പാനലിനെ ബോധ്യപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇത് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ജോലി നേടാനാകാത്തത്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് നമ്മൾ സ്ട്രെസ് കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആവശ്യകത. നമ്മൾ എല്ലാ കാര്യത്തിനും പൈസ ചിലവാക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലെ രക്ഷകർത്താക്കളെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്യൂഷൻ, ഓരോരോ സബ്ജക്ട് വൈസ് ട്യൂഷന് എത്ര പൈസ മുടക്കിയിട്ട് നമ്മൾ ട്യൂഷൻ അയക്കാറുണ്ട്. മാത്തമാറ്റിക്സ്, എളുപ്പത്തിൽ എങ്ങനെ കണക്ക് പഠിക്കാം, ഇതിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പൈസ ചിലവാക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 11ാം ക്ലാസ്സിലെ കണക്ക് പരീക്ഷ മുതൽ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ കിട്ടുന്ന ആ നിമിഷം മുതൽ 4-3 കൂട്ടാൻ പറഞ്ഞ പോലും നമ്മൾ കാൽക്കുലേറ്റർ എടുക്കും. പക്ഷേ ശരിക്കും ഒരു സ്ഥലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് പകരം വേറെ ആരെങ്കിലും വരുമോ? നമുക്ക് പകരം വേറെ ഏതെങ്കിലും മെഷീൻ സംസാരിക്കോ? നമ്മളെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സഹായിക്കോ? ഇല്ല. സംസാരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ തന്നെ സംസാരിക്കണം. നമ്മുടെ നാവ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യം. പലപ്പോഴും പലരും പറയാറുണ്ട് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ മലമറിച്ചേനെ. ദയവ് ചെയ്ത് ആ സംസാരം നമുക്ക് നിർത്താം. ആദ്യം നമുക്ക് നമ്മുടെ മാതൃഭാഷയെങ്കിലും ധൈര്യമായി 4 ആളുടെ മുൻപിൽ നിന്ന് സംസാരിക്കാം. ആദ്യം നമ്മുടെ മാതൃഭാഷ ഇത്തരത്തിൽ ധൈര്യമായി സംസാരിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിദേശ ഭാഷകളും സംസാരിക്കാൻ സാധിക്കും. സോ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് വരുമ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു കുട്ടി ഒരു സമൂഹത്തിലോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ആ ടൈപ്പല്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുമ്പോൾ അപ്പൊ തൊട്ട് നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ആവശ്യകത. ഈ ഒരു ജനറേഷനിൽ ഈ ഒഴുക്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം, ഇറ്റ് ഇസ് ദ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളവൻ മാത്രം സർവൈവ് ചെയ്യുന്ന ഈ ജനറേഷനിൽ നമുക്കും സർവൈവ് ചെയ്യണമെങ്കിൽ, ഈ ഒഴുക്കിൽ പിന്നിലേക്ക് ആ കുത്തലിപ്പിൽ പോയി അങ്ങനെ എവിടെയെങ്കിലും മാറി പോകേണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് ആദ്യം ഓർമ്മ വരിക തിരുവള്ളുവർ പറഞ്ഞ തിരുക്കുറളിലെ കുറച്ച് സംഭവങ്ങളാണ്. ഏറ്റവും ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നമുക്ക് ഓർമ്മ വരേണ്ടത് ആ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, അതായത് അൻപാക പേസ്, ഇനിമയാക പേസ്, ഉണ്മയെ പേസ്, നന്മയെ പേസ്, ചിന്തിത്ത പേസ്, സഭയറിന്ത പേസ്, സമയമറിന്ത പേസ്, പേസാമലിരുന്നും പഴത്. തമിഴാണെങ്കിലും വളരെ പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമാണ്. അൻപാക പേസ്, സ്നേഹമായിട്ട് സംസാരിക്കാം. ഇനിമയാക പേസ്, സ്വീറ്റ് ആയിട്ട് സംസാരിക്കുക. എന്തിനാ കാറിൽ കൂവി കിടന്ന് ബഹളം ഉണ്ടാക്കണം? മനുഷ്യൻ മനസ്സിലായ പോലെ. ഇനിമയാക പേസ്, ഉണ്മയെ പേസ്, സത്യത്തിന് സംസാരിക്കും. എന്തിനാ കള്ളം പറയുന്നത്? അതുപോലെ നന്മയെ പേസ്, നന്മയായിട്ട് സംസാരിക്കും. മെതുവാക പേസ്, നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്പീഡിൽ ആക്രാന്തപ്പെട്ട് സംസാരിക്കണമെന്ന് ഒരു ആവശ്യമില്ല, വളരെ പതുക്കെ സംസാരിക്കും. ചിന്തിത്ത പേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു മാത്രം ചിന്തിക്കണം. കാരണം ഈ നാവിൻ്റെ ഒരു കാര്യം പറഞ്ഞു പോയാൽ പറഞ്ഞു, അപ്പുറത്തിരിക്കുന്നവന് അത് ഫീൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ആവറേജ് ബോധം എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് ചിന്തിത്ത പേസ്, അതുപോലെ സഭയറിന്ത പേസ്, ആരോടാണോ ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ സഭ ഏതാണോ ആ സഭയെ മനസ്സിലാക്കി സംസാരിക്കും. പണ്ട് ഒരു ആള് മാർക്കറ്റിൽ പോയിട്ട് അവിടെ മാർക്കറ്റിൽ വിൽക്കാനിരിക്കുന്ന ഒരു സ്ത്രീയോട് ഇയാൾ ചോദിക്കുകയാണ്, ഈ കുക്കുടത്തെ ക്രയവിക്രയം ചെയ്യാൻ കൊണ്ടുവന്നതാണ്. സംഭവം വളരെ സിമ്പിളാണ്. ഈ കോഴിയെ വിൽക്കാൻ കൊണ്ടുവന്നതാണോ എന്നുള്ളതാണ് കാര്യമേ.
അതിൽ ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ കുക്കുടത്തെ ക്രയവിക്രയം ചെയ്യാൻ കൊണ്ടുവന്നതാണോ? ഇതുപോലെ ഞാനൊരു പണ്ഡിതനാണ് എന്ന് വിചാരിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ എൻ്റെ പാണ്ഡിത്യം കാണിക്കാനായി ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? അയാൾക്ക് മനസ്സിലാവണ്ടേ? ഇതാണ് പലപ്പോഴും നമ്മൾ കാണിക്കുന്ന മറ്റൊരു മഹാബദ്ധം. ഞാൻ എന്തോ വലിയൊരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടി, എൻ്റെ പാണ്ഡിത്യം വെളിവാക്കാൻ വേണ്ടി എനിക്കറിയാവുന്നതൊക്കെ അത് ആരെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുന്നവന് മനസ്സിലാവുന്നതൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു പോവാം. ദയവ് ചെയ്ത് അങ്ങനെ സംസാരിക്കരുത്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഒരു സഭയിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴാണ്. തൊട്ടു മുമ്പ് എത്രയോ പ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, തൊട്ടു മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികളായിരിക്കും. ആ കുട്ടികളടുത്ത് അവർക്ക് ഒരു കാലത്തും മനസ്സിലാവാത്ത സാഹിത്യത്തിന്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ വലിയ പുലിയാണെന്ന് കാണിക്കുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? സോ ആരാണോ തൻ്റെ മുൻപിൽ ഇരിക്കുന്നത് ആ സഭയെ മനസ്സിലാക്കി എപ്പോഴും സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുപോലെ സമയം അറിഞ്ഞ പേസ്, ഏത് സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്? ഞാനിപ്പോൾ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് കേൾക്കാനുള്ള മൂഡിലാണോ അപ്പുറത്തിരിക്കുന്നവനിരിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചില മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉണ്ട് കഴിഞ്ഞ് ഉടനെ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഊണ് കഴിക്കാനായിട്ട് വിശന്ന് നാശമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും മീറ്റിംഗ് നടക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി ഒരാൾ കയറിയിട്ട് ആ സമയം ഏതാണ് എന്ന് മനസ്സിലാകാതെ, ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വലിച്ചുവാരി ഇങ്ങനെ നീട്ടി പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്നവൻ എന്താ വിചാരിക്കുക? ഇയാൾ ഏത് സമയത്താണ് ആവുന്നത് നിർത്തി പോകാൻ എന്നല്ലേ ആലോചിക്കുക. സോ അതുകൊണ്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ഏത് സമയത്താണ് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്തിന് ആപ്റ്റ് ആണോ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് സംസാരിക്കാം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പേസാമലിരുന്നും പഴക്. ചില സമയങ്ങളിൽ സംസാരിക്കാതിരുന്നും നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സംസാരിച്ച് തന്നെ നമ്മൾ പുലിയാകണമെന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കേണ്ടി വരും. അങ്ങനെ പേസാമലിരുന്നും പഴകേണ്ട അവസരങ്ങൾ നമുക്കുണ്ടാകും. ഇതിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ആലോചിച്ച് നോക്കിയേ. ഈ സൈലന്റ് എന്ന വാക്ക്, ആ സൈലന്റ് എന്ന ഇംഗ്ലീഷ് വാക്കിലെ എല്ലാ അക്ഷരങ്ങളെയും ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചൊന്നിട്ട് നോക്കിയേ, മറ്റൊരു വാക്ക് നമുക്ക് കിട്ടും. എന്താണെന്ന് കേൾക്കാം. സെക്കൻഡ് നല്ല ആഴ്ച കിട്ടാൻ ലിസൺ. സൈലന്റ്, ലിസൺ, ഈ രണ്ട് ഇംഗ്ലീഷ് വാക്കുകളിലും അടങ്ങിയിരിക്കുന്ന ആൽഫബറ്റ്സ് ഒന്ന് തന്നെയാണ്. തിരിച്ചും മറിച്ചും ഇട്ടാൽ ഇറ്റ് ബിക്കം സൈലന്റ് ആൻഡ് ലിസൺ. അതിനകത്ത് നിന്ന് തന്നെ ഒരു വലിയ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ആക്ച്വലി ലിസൺ ചെയ്യണമെങ്കിൽ, അതായത് ഒരു കാര്യം കേൾക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ സൈലന്റ് ആയിരിക്കണം. ഞാൻ പിടിച്ച മുയലിന് മാത്രമാണ് 3 കൊമ്പ് എന്ന് വിചാരിച്ച് മറ്റുള്ളവൻ പറയുന്നതൊന്നും കേൾക്കാതെ എൻ്റെ വാദം മാത്രം ശരി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? So at times you have to be silent. You have to listen to other people. അടുത്ത ആൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ സൈലന്റ് ആയിട്ട് ലിസൺ ചെയ്യേണ്ട അവസരങ്ങളുമുണ്ട്. സൈലന്റ് ആയി ലിസൺ ചെയ്യുകയും വേണം. നമ്മുടെ അസീസിയിലെ ഫ്രാൻസിസ് പുണ്യാളൻ പറഞ്ഞ പ്രശസ്തമായൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ഒരു ദിവസം വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നാടാകെ പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, പക്ഷേ ആവശ്യമുള്ളിടത്തു മാത്രം വാക്കുകൾ ഉപയോഗിപ്പിൻ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മഹത്തരമായ സെന്റൻസ് ആണ് എന്നുള്ളത്. അതായത് സുവിശേഷമാണ്, പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് തൊട്ട് പിന്നാലെ അദ്ദേഹം പറയുകയാണ്, പക്ഷേ ആവശ്യമുള്ളിടത്ത് മാത്രം വാക്കുകൾ ഉപയോഗിക്കും. ശരിയാണ്, ചില സമയം മിണ്ടാതിരുന്നു കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രം നമ്മുടെ അനുയായികളെ അല്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്നവർക്ക് മുൻപിൽ നല്ലൊരു മാതൃകയാകാൻ നമുക്ക് സാധിക്കും. ആ സമയത്ത് സൈലന്റ് ആയിരുന്നു കൊണ്ട്, ലിസൺ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്ത് കേൾക്കുന്ന ഒരു ഭാഷ പോലെ തന്നെ നമ്മുടെ ശരീരത്തിനൊരു ഭാഷയുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഭാഷ കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് പല അവസരങ്ങളിലും, നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ചില ആമ്പിളരെ കണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇവനാള് ശരിയല്ല, പോക്ക് കേസാണ്, ഓ മിണ്ടിയിട്ടാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇനി ചില ആണുങ്ങൾ നിങ്ങളെ പെണ്ണുങ്ങളെ നോക്കി പറഞ്ഞിട്ടില്ലേ, ഇവള് വളയും, ഇത് അവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ പറഞ്ഞത്? തിരിച്ചും മറിച്ചും നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചത് അവരുടെ ശരീരഭാഷ കണ്ടതുകൊണ്ടാണ്. അതായത് അവർ നിൽക്കുന്ന നിൽപ്പ്, ഇരിക്കുന്ന ഇരുത്തം, നോക്കുന്ന നോട്ടം, ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി ആ വ്യക്തി അങ്ങനെയുള്ള ആളായിരിക്കും. അതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു? ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ബോഡി ലാംഗ്വേജ്. മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിനൊരു ഭാഷയുണ്ട്. ഈ ഭാഷ ശരിയാം വണ്ണം നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളിലും തിളങ്ങാൻ സാധിക്കും. സോ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്ത്രീകൾ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളാണ് അടുത്ത തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ മേൽ ഈശ്വരൻ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകൾ ഒരുപാടാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കണം, അതിനെ വളർത്തണം, ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമുക്കുണ്ട്. പുരുഷന് ഈ ഉത്തരവാദിത്വം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീയെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവം കുട്ടി കണ്ടുപഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ വീട്ടിൽ കിടന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടില്ലേ, നീയൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, നീയെങ്കിലും ഒന്ന് നന്നായി കാണണം, എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പാടുപെടുന്നതെന്നൊക്കെ. ഇതേ ഡയലോഗ് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയും. അതായത് ഞാൻ നന്നായില്ല, നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓരോ തലമുറയും ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും പറയണ്ടേ ഞാൻ നന്നായി, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഈശ്വരനെ മുൻനിർത്തി നന്നായി ജീവിച്ചു, അതുപോലെ കുഞ്ഞെ നീയും കണ്ടുപഠിക്കുക, നീയും നന്നായി ജീവിക്കുക, നന്നായി വളരെ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണ്ടേ? ഇത് സാധിക്കണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടേ? ഇനിയും എന്തിനാ ഒരു കൂടിനകത്തിരിക്കുന്നത്? കം ഓൺ, ബ്രേക്ക് ഇറ്റ് ഓഫ്. The world is yours. ഈ ലോകം നിങ്ങളുടേതാണ്, ഇത് എന്റേതല്ല, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ പറയുന്ന പോലെ ഒരു ചെറിയ സ്ഥലത്ത് ജനിച്ചു ജീവിച്ചു, എന്നെ കൊണ്ട് വലിയ നിലയിലൊന്നും എത്താൻ പറ്റില്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ ആദ്യം ജീവിതത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ ലോകം എന്റേതാണെന്നും ഇവിടെ എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ എനിക്ക് ഈ ജന്മം തന്നതെന്നും ഉള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ലോകം എവിടെയോ എത്തിപ്പോകും. All you need is to know where you want to reach. The solutions will come up spontaneously. That is the truth. എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കാൻ. ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഇന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും നേരെ +1 സയൻസിന് പോയി ചേരും. പറ്റുമോ പറ്റില്ലയോ ഒന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കും ഏതാ ഡിഗ്രിക്ക് എളുപ്പം പഠിക്കാൻ പറ്റുക? മിക്കവാറും ഉത്തരം കിട്ടാൻ പോകുന്നത് BA ഹിസ്റ്ററിയും BA ഇംഗ്ലീഷും BA മലയാളം. ഇതിൽ ഹിസ്റ്ററി മലയാളം ഒന്നും ആരും എടുക്കത്തില്ല, കാരണം അത് ജാട പോരല്ലോ. നമ്മൾ പലപ്പോഴും എടുക്കുക BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ സ്വാഭാവികമായും MA ഇംഗ്ലീഷ്, അത് കഴിയുമ്പോൾ സെറ്റ് നെറ്റ്, പെൺകുട്ടികളാണെങ്കിൽ ഈ പ്രായത്തിനിടയിൽ പെറ്റും കഴിയും. ഇത് അത്രയും കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ചിന്തിക്കില്ലേ ഇനി സ്വന്തം കാലിൽ നിൽക്കണം. കാരണം ഈ പ്രായത്തിനിടയിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ കഴിഞ്ഞ് യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ ജീവിക്കണമെങ്കിൽ പ്രണയം മാത്രം പോരാ, പൈസയും ആവശ്യമാണ്, ജോലിയും ആവശ്യമാണ് എന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ജോലി ജോലി എന്ന് പറഞ്ഞ് നമ്മൾ ഓടാൻ തുടങ്ങും. അന്ന് നമ്മൾ അടുത്ത് മലയാളി ഓടിപ്പോകുന്നത് എപ്പോഴും LD ക്ലർക്കിന്റെ തീവ്ര പരിശീലനത്തിലേക്കാണ്. സത്യമല്ലേ? ഇത് റിയലിസ്റ്റിക് ആയ കാര്യമല്ലേ? നല്ല ജോലിയാണ് LD ക്ലർക്ക്. പക്ഷെ അതായിരുന്നു ലക്ഷ്യമെങ്കിൽ ആദ്യമേ നമുക്ക് അതിനെ ലക്ഷ്യമിട്ട് പഠിക്കാമായിരുന്നില്ലേ? എന്തിനാ നമ്മൾ കണ്ണി കണ്ടതൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു വാരി പഠിച്ച് അങ്ങും ഇങ്ങും ഒക്കെ ഒരു ലക്ഷ്യബോധമില്ലാതെ പോകുന്നത്? ആദ്യം നമുക്ക് ലക്ഷ്യം ഏതാണ് എന്ന് തീരുമാനിക്കാം. ഓരോ സ്ത്രീയും പുരുഷനും ആലോചിക്കുക, എനിക്ക് എവിടെ എത്തിച്ചേരണം, ആ ലക്ഷ്യത്തിലേക്ക് എത്താനായി ഞാൻ ഏത് പാതയാണ് പിന്തുടരേണ്ടത്, ആ വഴിയെ പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെങ്കിൽ തീർച്ചയായും വിചാരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ ജനിച്ച സ്ഥലം ഏതെന്നോ, ജീവിച്ച സാഹചര്യം ഏതെന്നോ, പഠിച്ച സ്കൂൾ ഏതെന്നോ, പഠിപ്പിച്ച അധ്യാപകരേതെന്നോ, കൂടെ പഠിച്ചവരാണെന്നോ ഇതൊന്നും നിങ്ങൾക്ക് വിഷയമാണ്. ഓരോ ജീവജാലത്തിനും ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്പേസ് തന്നിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അവസരമുണ്ട്. നമുക്കെല്ലാവർക്കും ഉയർന്നു വരുവാനുള്ള ഭാഗ്യവും, നിങ്ങൾ പറഞ്ഞ എപ്പോഴും പഴി പറയുന്ന ഒരു സാധനമാണ് ഈ ഭാഗ്യം. എനിക്ക് മാത്രം ഭാഗ്യമില്ല. ആലോചിച്ചു നോക്ക്, ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒന്നായി ഈ ഭൂമിയിൽ പിറക്കാനായിട്ട് ഇങ്ങനെ കടന്നപ്പോൾ അതിൽ നിന്ന് നമ്മളൊരാളെ മാത്രമല്ലേ ഈശ്വരൻ തിരഞ്ഞെടുത്തുള്ളൂ? നമുക്ക് മാത്രമല്ലേ അവസരം തന്നുള്ളൂ? സാധിക്കാത്തതായി ഒന്നുമില്ല. നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്നും വിചാരിച്ച് പുറകിലേക്ക് മാറി നിൽക്കാതെ എനിക്കും ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകുമെന്ന വിശ്വാസത്തോടെ മുമ്പോട്ട് വന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കും. ഓർമ്മിക്കുക, മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റു ഭൂമിയിൽ ലയിപ്പതിനു മുൻപിലായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. അർത്ഥം മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ചു കേട്ട് നോക്ക്. മനോഹരം മഹാവനം
ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ടു കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റു ഭൂമിയിൽ ലയിപ്പതിനു മുൻപിലായി എനിക്ക് അതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അതെ, എനിക്കിനിയുമുണ്ട് ഒരുപാട് ദൂരം പോകുവാൻ. അതുകൊണ്ട് മടി പിടിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾക്കുണ്ടോ? ഉറപ്പാണ് നിങ്ങൾക്കും ഉണ്ടാവില്ല. സോ ലെറ്റ്സ് ട്രൈ, ലെറ്റ്സ് വിൻ ഇൻ ലൈഫ്. താങ്ക് യു. ജോലിക്കായി ഞാൻ കുറെ നാള് നടന്നു, ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്റർവ്യൂവിനെത്തുമ്പോ എന്റെ എല്ലാ ധൈര്യവും പോവും. റീച്ചാണ് എനിക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നു തന്നത്. എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി, സ്കിൽസ് ഇംപ്രൂവ് ചെയ്തു, എന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ആയി. പിന്നെ I became fluent in English too. Now I've stepped into a new world, a world of opportunities. Reach, കരിയറിൽ മുന്നേറുവാൻ വനിതകളെ പ്രാപ്തരാക്കുന്ന പ്രൊഫഷണൽ ഫിനിഷിംഗ് സ്കൂൾ, an initiative of Kerala State Women's Development Corporation. Reach, എത്തൂ സ്വപ്നങ്ങൾക്കും അപ്പുറം.